ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് വൈകിട്ട് കരുനാഗപ്പള്ളി വരെ ഒന്ന് പോവാണ്. ആസ് യൂഷ്വൽ ഞങ്ങൾ കൊച്ചിൻ്റെ കൂടെയാണ് പോകുന്നത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത് ഞങ്ങൾ മൂന്നൊരു ഒരു പിങ്ക് കളർ ഡ്രസ്സാണല്ലേ ഇട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞത് പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, ഞാൻ ശരിക്കും ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ച്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ കരുനാഗപ്പള്ളി ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് പേർക്ക് അതൊരു ഹെൽപ്പ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഡോക്ടേഴ്സിൻ്റെയൊക്കെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വേറെ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് കരുനാഗപ്പള്ളി പോകേണ്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോയി. അതിനുശേഷം പുതിയകാവിന് പടിഞ്ഞാറുള്ളൊരു ഹോൾസെയിൽ പച്ചക്കറി കടയുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഒരു കിറ്റ് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അവിടെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറിയില്ല, ഞങ്ങൾ ജസ്റ്റ് റോഡിൽ നിന്ന് ഋഷിയെ ബസ്സും കാറും ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അവിടെയും ബംഗാളികളാണ് കേട്ടോ പച്ചക്കറി സെപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ. എന്തായാലും ഇപ്പോൾ എല്ലായിടത്തും ബംഗാളികൾ തന്നെയാണ് കേട്ടോ. ഇതാണ് പുതിയകാവ്. എൻ്റെ സ്വന്തം വീടിനടുത്ത് നിന്ന് വളരെ എളുപ്പത്തിൽ ഇവിടെ ഒരു ഷോർട്ട് കട്ട് വഴിയൊക്കെ വരാൻ പറ്റും കേട്ടോ. നമ്മൾ അമ്മോട്ടെ കൊച്ചിൻ്റെ കൂടെ തന്നെയാണ് പോയത് കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ നേരെ വവ്വാക്കാവ് വന്നു. വവ്വാക്കാവിൽ നൈസ് ബേക്കറിയിൽ നിന്നാണ് ഞാൻ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടുത്തെ മുട്ട പപ്സാണ് കേട്ടോ. നല്ല ചൂട് മുട്ട പപ്സാണ്. അപ്പോൾ 2 മുട്ട പപ്സ് വാങ്ങിക്കാമെന്ന് വെച്ചാൽ അവിടെയും കൂടെ കയറി കേട്ടോ. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ വവ്വാക്കാവിലുള്ളവരാണെങ്കിൽ ഈ മുട്ട പപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഋഷിക്കുട്ടൻ കൊച്ചിനോട് വണ്ടിയൊക്കെ ഓട്ടിക്കുകയായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടിരുന്നിട്ട് സ്റ്റേ ട്യൂൺ. ബൈ.